ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിപ്പോൾ കാറിനകത്തിരുന്ന വീഡിയോ എടുക്കുന്നത്. നമ്മളൊന്ന് പുറത്തു പോയതായിരുന്നു. അപ്പോൾ ഇവിടെ നല്ല തണുപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുന്നു. അപ്പോൾ കെവിൻ്റെ വിശേഷമൊക്കെ അറിഞ്ഞിട്ട് കുറേ ആയില്ലേ. അപ്പം പണ്ട് തൊട്ട് വീഡിയോ കാണുന്നവർക്കറിയാം, ഞങ്ങൾ ഒന്നിച്ചായിരുന്നു വീഡിയോസൊക്കെ കൂടുതലും എടുത്തുകൊണ്ടിരുന്നത്. UK വിശേഷങ്ങളും ഇവിടുത്തെ സ്റ്റുഡൻസിൻ്റെ കാര്യങ്ങൾ, അതേപോലെ നമ്മുടെ അക്കോമഡേഷൻ, ജോലി സാധ്യത, അങ്ങനെ നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഒന്നിച്ചായിരുന്നു ഷെയർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവൻ ഇവിടെ ഷെഫീൽഡ് ആയിരുന്നപ്പോഴത്തേക്കും ഒരു 4-5 സ്ഥലത്ത് മാറി മാറി ജോലി ചെയ്തിട്ടുണ്ട് ഈ 1.5 വർഷത്തിനിടയ്ക്ക്. പിന്നെയാണ് ലണ്ടനിലോട്ട് മൂവ് ചെയ്തത്. അത് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അവന് ലണ്ടനിൽ ഒരു കെയർ ഹോമിൽ ജോബായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനത് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ആള് ഷെഫീൽഡിലോട്ട് വന്നിട്ടില്ല അങ്ങനെ. കാരണം അറിയാലോ, ഷിഫ്റ്റ് ചിലപ്പോൾ നൈറ്റ് ആയിരിക്കും, ചിലപ്പോൾ ഡേ ആയിരിക്കും, പിന്നെ ഉറക്കം, പിന്നെ അവന് ലണ്ടനിൽ തന്നെ കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ അടുത്തൊക്കെ ആയിരിക്കും ഓഫ് കിട്ടുമ്പോൾ പോകുന്നത്. അതാണല്ലോ കുറേയും കൂടി എളുപ്പം യാത്ര ചെയ്യാനൊക്കെ. പിന്നെ ഷെഫീൽഡിലോട്ട് വരാമെന്നൊക്കെ പറഞ്ഞിരിക്കുന്നു, പക്ഷേ ഡേറ്റ് അറിയത്തില്ല. ഞങ്ങളും ഫ്രീ ആവണം, അവനും ഫ്രീ ആവണം, അങ്ങനെയൊക്കെ. അപ്പം ഞാൻ അവനോട് പറഞ്ഞു, നീ ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് നിൻ്റെ വിശേഷങ്ങളും അവിടുത്തെ കാര്യങ്ങളും ഒക്കെ ഒരു 3-4 മിനിറ്റ് ആണെങ്കിലും ഒരു വീഡിയോ എടുത്ത് ഇങ്ങോട്ട് അയക്ക്. കാരണം ഒത്തിരി നാളായില്ലേ ഒന്നിച്ചൊരു വീഡിയോ ഇട്ടിട്ടെന്നൊക്കെ. കാരണം ഇവിടെ വരുമ്പം നമുക്ക് ഒന്നിച്ച് വീഡിയോസൊക്കെ എടുക്കാം. പിന്നെ സമയം കിട്ടുമ്പോഴൊക്കെ മെസ്സേജ് അയക്കും, കുഴപ്പമൊന്നുമില്ല, എല്ലാം ഓക്കെ ആയിട്ട് പോകുന്നു. പിന്നെ അവനും പറഞ്ഞത് അവിടെ ഇവിടത്തെക്കാളും എക്സ്പെൻസ് കൂടുതലാണ്. അത് ഒബ്വിയസ്ലി അറിയാലോ. ലണ്ടൻ ആ ഒരു ഏരിയയിലോട്ടൊക്കെ നമ്മൾ അടുക്കും തോറും നമ്മുടെ എക്സ്പെൻസ് കൂടും. ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറേയും കൂടെ ഓപ്ഷൻസ് ഉണ്ടല്ലോ. കാരണം അത്ര ടൗൺ എന്ന് പറയാൻ പറ്റത്തില്ല, സിറ്റി എന്നുള്ള രീതിയിൽ പറയാൻ പറ്റത്തില്ല. കുറേയും കൂടി കുറച്ച് ഉള്ളിലോട്ടൊക്കെ മാറി നമുക്ക് റെൻറ്റിലൊക്കെ കുറച്ചൊന്ന് കുറവിലൊക്കെ കിട്ടും. അങ്ങനെയൊക്കെ. എന്തായാലും ഹാപ്പിയാണ്, ഓക്കെ ആയിട്ട് പോകുന്നു. അപ്പോൾ അവൻ്റെ വീഡിയോ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഹലോ, കുറച്ചധികമായി വീഡിയോയിൽ വന്നിട്ടുണ്ട്. അറിയാലോ, ലണ്ടനിലേക്ക് മൂവ് ചെയ്ത് പിന്നെ അങ്ങനെ വീഡിയോ പ്ലാനൊന്നും നടന്നില്ല. ഇപ്പം ആക്ച്വലി ട്രാവലിംഗ് ആണ്. വോയിസ് ഓക്കെ ആണെന്ന് തോന്നുന്നു. ഞാൻ കോൾച്ചസ്റ്റർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. ആക്ച്വലി ഫ്രണ്ടിനെ കാണാൻ. അത് ഷിഫ്റ്റ് ഉണ്ട് നൈറ്റ്, അപ്പോൾ അതായിട്ട് ബന്ധപ്പെട്ട് പോവുക. സോ എനിക്ക് ബാക്ക്ഗ്രൗണ്ട് ഇത് ട്യൂബിലാണ്, അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഞാൻ വോയിസ് ഐസൊലേഷനാണ് ഇട്ടേക്കണേ. അപ്പോൾ എനിക്ക് അറിയില്ല എന്ന് കേൾക്കുന്നു പ്രതീക്ഷിക്കുന്നു. സോ അങ്ങനെയൊക്കെ. ഇറ്റ്സ് ഫൈൻ. ഇപ്പോൾ ഇവിടുത്തെ ലൈഫിനെ പറ്റിയിട്ടൊക്കെ പറയുമ്പോഴുള്ള വീഡിയോ എടുക്കാനായിട്ട് കുറച്ച് നാളായിട്ട് ജോസിനെ പറയുന്നുണ്ട്. അപ്പോൾ അവൈലബിലിറ്റിയുടെ ഒരു പ്രശ്നമുണ്ട്. കാര്യം എടുക്കുമ്പോൾ വൃത്തിക്ക് എടുക്കണമല്ലോ. പിന്നെ അവൾ പറഞ്ഞ എന്തെങ്കിലും നീ എടുക്കാൻ പറഞ്ഞു വീഡിയോ. അപ്പോൾ അങ്ങനെ എടുക്കാൻ ഓർത്താണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ. എന്നിട്ടാണ് ഇപ്പോഴും ഈ ഒരു ആംബിയൻസ് അല്ലെങ്കിൽ നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ എടുക്കാമെന്ന് പറഞ്ഞത്. സോ ഇറ്റ്സ് ഫൈൻ. ഇവിടുത്തെ ലൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് അടിപൊളി, ബട്ട് എക്സ്പെൻസ് ഉണ്ട്. അറിയാലോ, പുതിയ കാര്യം എന്നല്ല. പ്രശ്നം എന്ന് വെച്ചാൽ ഷെഫീൽഡിൽ നിന്നപ്പോഴുള്ള ഓൾമോസ്റ്റ് സിമിലർ പേ ആണ്. പക്ഷേ ഇപ്പോൾ ഇവിടുത്തെ ജോബ് സെക്യൂർ ആണ്, ഇച്ചിരി കൂടെ സെക്യൂർ ആണ്. അവിടുത്തെ പോലെ അത്ര ഒരു അൺഈവൻ ആയിരുന്നല്ലോ. ജോബ് ഇച്ചിരി കൂടെ സെക്യൂർ ആണ്. പിന്നെന്താണ്, അതേണ്ടെന്താ വേറെ ലൈക്ക് എക്സ്പെൻസ് കൂടുതലാണ്. കാരണം റൂം റെന്റ് ലൈക്ക് £500 എക്സ്ക്ലൂഡിങ് ബിൽ. പിന്നെ ഒരു കൺവീനിയൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വീടാണ്. ആക്ച്വലി മീൻസ് ഞങ്ങൾ ഷെയർഡ് ആണെങ്കിലും ഒരു വീടാണ്. അപ്പോൾ അതിൻ്റെതായ ഫെസിലിറ്റി ഉണ്ട്, ബിൽസ് ഇൻക്ലൂഡഡ് അല്ല. സോ അപ്പോൾ ഇതായതുകൊണ്ട് തന്നെ എന്താ പറയുക, അതിൻ്റെതായ കാര്യം കയ്യിൽ അധികം കാശ് കിട്ടുന്നില്ല പഴയ പോലെ. സോ എക്സ്പെൻസ് ഉണ്ട്. പിന്നെ ഞാനിപ്പോൾ മിക്കവാറും കൂടുതൽ ട്രാവൽ ചെയ്യുന്നുണ്ട് നന്നായിട്ട്. ഫ്രണ്ട്സൊക്കെ ഷെഫീൽഡിൽ വന്നപ്പോൾ മിക്കവാറും ഫ്രണ്ട്സ് ദൂരെയാണ്, നമുക്കൊരു എക്സ്ക്യൂസ് പറയുന്നത് ഞാൻ ഇവിടെയാണ്, അതുകൊണ്ട് എനിക്ക് ഇത്രയും ട്രാവൽ ചെയ്യേണ്ടി വരും. ഇതെന്ന് വെച്ചാൽ മിക്കവാറും അടുത്താണ്. അപ്പോൾ ട്യൂബിലൊക്കെ പോകുമ്പോൾ ഇപ്പോൾ ലണ്ടനിലുള്ളവർക്ക് പ്രത്യേകിച്ച് അറിയാം, ട്യൂബൊക്കെ അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുള്ളൂ. അതേ ലൈഫ് അടിപൊളിയാണ് ഇവിടെ. എസ്പെഷ്യലി ലൈക്ക് ഇവിടെ ഞാൻ നിൽക്കുന്നത് സൗത്ത് ഹോളിനടുത്താണ്, ഹീത്രൂ സൗത്ത് ഹോളിനൊക്കെ അടുത്താണ്. സൗത്ത് ഹോൾ എന്ന് പറയുമ്പോൾ മിക്കവാറും റീലിലൊക്കെ ആക്ച്വലി എല്ലാവർക്കും അറിയാം, ഫെമിലർ ആയിരിക്കും. ലൈക്ക് ഈ ഏറ്റവും കൂടുതൽ ഗുജറാത്തീസ്, പഞ്ചാബീസ്, ഇന്ത്യക്കാരൊക്കെ ഉള്ള ഒരു ഏരിയ, മറ്റൊരു ഇന്ത്യക്ക് മേടിക്കുന്നത്. ഇപ്പോൾ ഒരു മിനി ഗുജറാത്ത് എന്നൊക്കെ പറയാൻ പറ്റുന്ന കുറേ പ്ലേസസ് ഒക്കെ ഉണ്ട് ഇവിടെ. ട്യൂബിന് പൊതുവെ ഈ കുരുക്കുകളൊന്നും എന്താന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ പരിപാടികളൊക്കെയാണ് ഇപ്പോൾ ഇവിടുത്തെ. പക്ഷെ മോർ ലൈക്ക് നമുക്കൊരു UK ഒന്നുമില്ല, പല സ്ഥലമൊക്കെ കാണുമ്പോൾ ഈ നാട്ടിലൊക്കെ പോലൊക്കെ തന്നെ. മറ്റ് ഇൻസ്റ്റയിൽ റീസെൻ്റ്ലി ഞാൻ കണ്ടായിരുന്നു. ഞാൻ ലണ്ടനിലേക്ക് മൂവ് ചെയ്യുന്നതിന് മുമ്പേ ലൈക്ക് എന്താ പറയുക, ട്രാക്ടറൊക്കെ UK വന്നെന്നൊക്കെ പറഞ്ഞു. അത് പക്ഷേ ഞാൻ ഇവരുടെ കണ്ടിട്ടൊന്നുമില്ല ട്രാക്ടർ ഓട്ടോയൊന്നും. ഞാൻ സൗത്ത് ഹോൾ പ്രോപ്പറായിട്ട് പോയിട്ടില്ല. എന്നോട് ചോദിച്ചു ഫ്രണ്ട്സൊക്കെ പോകണില്ല എന്നൊക്കെ ചെയ്യാം. പക്ഷെ സൗത്ത് ഹോളിൽ എന്ത് കാണാനെന്ന് ഓർത്തിട്ട് പോകുന്നത്. പിന്നെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഇവിടെ ഞാൻ നിൽക്കുന്നോട്ടൊന്നുമില്ല. പക്ഷെ മോസ്റ്റ്ലി ഇപ്പോൾ എൻ്റെ നിൽക്കുന്നോട്ട് ഭയങ്കര പീസ്ഫുള്ളാണ്. അങ്ങനെ ഒരു നമ്മൾ ഭയങ്കര ഈ
ടൗൺ സെറ്റ് ചെയ്യുന്ന ഭയങ്കര പീസ്ഫുള്ളാണ് സ്ഥലങ്ങളൊക്കെ. ഇച്ചിരി ഉള്ളിലും കൂടെയാണ് നിൽക്കുന്നത്. മേ ബി അതും കൊണ്ടായിരിക്കും അത്ര ഒരു മോസ്റ്റ്ലി റിട്ടയർഡ് ആൾക്കാർ അവരുടെ ഒരു ആ ഒരു റിട്ടയർമെൻറ്റ് ലൈഫൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടി എടുത്ത റിസോർട്ട്സ്, അവരുടെ ഒരു എസ്റ്റേറ്റ്, അതൊക്കെയാണ് മോസ്റ്റ്ലി എൻ്റെ വീടിൻ്റെ അടുത്തുള്ളത്. എന്ന് വെച്ചാൽ ആ ഒരു ഏരിയ ലൊക്കാലിറ്റിയിലുള്ളത്. സോ ഇവിടെ അങ്ങനെ ഒരു പിന്നെ എന്താ പറയുക, ഓഫ് കോഴ്സ് അൽദിയിലിടലൊക്കെയാണ് ഇവിടെ പ്രിഫർ ചെയ്യുന്നത്, ഫുഡൊക്കെ ഗ്രോസറി കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് കുഴപ്പമില്ല. അതിൻ്റെ എക്സ്പെൻസ് ആ കാര്യത്തിൽ. പിന്നെ കെയർ ഹോമിൽ നിന്നാണ് ഫുഡൊക്കെ കഴിക്കുന്നത് മോസ്റ്റ്ലി കെയർ ഹോമിൽ നിന്നാണ്. അവിടുത്തെ ഫുഡ് ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റൊക്കെ. ഡിന്നർ മോസ്റ്റ്ലി വീട്ടിൽ നിന്നാണ്, എന്നാലും അവിടെ നിന്ന് കഴിക്കും. അപ്പോൾ പിന്നെ വേ അവിടെ നിന്ന് ഒരു പരിധി ഒരു എക്സ്പെൻസ് നമുക്ക് കുറയ്ക്കാം. പിന്നെ വർക്കും ഓക്കെയാണ്. എനിക്ക് അങ്ങനെ ഒരു വലിയ ഡിഫിക്കൽട്ടായിട്ട് തോന്നി. ഞാൻ എക്സ്പെക്ട് ചെയ്തത്ര പ്രശ്നമൊന്നും ഉണ്ടായില്ല എനിക്ക്. ഞാൻ മാനേജ് ഈ പറഞ്ഞ ആൾക്കാരായിട്ടാണ്, പ്രായമുള്ളവരായിട്ടാണ് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ചില മുകളിൽ ആൾക്കാരായതുകൊണ്ട് തന്നെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇന്ന നൈറ്റ് ഇന്ന ദിവസം നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാൾ പെട്ടെന്ന് വിളിക്കുന്നു, റെസിഡൻറ്റ് വിളിക്കുന്നു, നമുക്ക് അയാളുടെ കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ മൊത്തം പ്ലാനിങ് തെറ്റും. സോ അതിൻ്റെ ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. അത് മിക്കവാറും എല്ലാ ആൾക്കാരുടെ ജോബ് ചെയ്യുന്ന സെയിലായാലും കസ്റ്റമർ റിലേഷനായാലും ഞാൻ ചെയ്തിട്ടുള്ളതൊക്കെ ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ്. സോ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കൂടുതൽ പറയാം. കാര്യം ഇത് എന്തെടുക്കേണ്ടതെന്നൊരു പ്രിപ്പറേഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു വീഡിയോ എടുക്കാൻ പറഞ്ഞു. അപ്പം അങ്ങനെ ബന്ധപ്പെട്ടെടുത്തതാണ്. അപ്പോൾ ഇപ്പോൾ ട്രാവൽ ചെയ്തിട്ടുള്ള ഓർത്തൊന്ന് എടുത്താലോ ഒന്ന്. കാര്യം ഫ്രീ ടൈം ഉണ്ട്. എനിക്കറിയില്ല എന്തുമാത്രം വോയിസും ക്ലിയർ ആണ്. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഫോർ നൗ. ബൈ. അപ്പോൾ വീഡിയോ കണ്ടു കാണും. പിന്നെ അവൻ ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് അതെടുത്ത് എനിക്ക് അയച്ചു തന്നത്. കാരണം ഫ്രീ ആവുന്ന സമയം നോക്കി ഞാൻ പറഞ്ഞു എടുത്തു തരാനൊക്കെ. ഇനി അവൻ ക്രിസ്മസ് ഇപ്പം നവംബറായി, അപ്പോൾ ഡിസംബർ എപ്പോഴേലും ഫ്രീ ആകുമ്പോൾ ഇറങ്ങാൻ പറ്റുമെന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വരുമ്പോൾ നമ്മൾ എന്തായാലും ഒന്നിച്ച് വീഡിയോസൊക്കെ എടുത്തിടുന്നതായിരിക്കും. പിന്നെ എന്താ അങ്ങനെയൊക്കെ പോകുന്നു. പിന്നെ കുറച്ച് ജോബ് ഓപ്പർച്യൂണിറ്റീസോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ അറിയുകയാണെങ്കിൽ ഞാൻ പറയുന്നതായിരിക്കും. പിന്നെ എൻ്റെ ഇൻസ്റ്റ ഐ ഡി ഞാൻ എൻ്റെ യൂട്യൂബിൻ്റെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ ഞാൻ ജോബിൻ്റെ കാര്യങ്ങളൊക്കെ പേഴ്സണലി മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഞാൻ പറയാം. കാരണം എനിക്ക് ചിലപ്പോൾ അവരുടെ കോൺടാക്റ്റ് അങ്ങനെ ഒന്നും ഷെയർ ചെയ്യാൻ പറ്റത്തില്ലായിരിക്കുമല്ലോ. അപ്പം 1-2 പേരൊക്കെ ആണെങ്കിൽ എനിക്ക് ഓക്കെയാണ്. അപ്പം എന്താ, അപ്പം അങ്ങനെയൊക്കെ പോകുന്നു, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇപ്പോൾ തണുപ്പായി, ഇപ്പം മഞ്ഞ് വീഴാനൊക്കെ തുടങ്ങി, നേരത്തെ തന്നെ തുടങ്ങി. അപ്പോൾ ഇനിയിപ്പം വേറെ ഹൗസുകളിലൊക്കെ ആണെങ്കിൽ ആളെ എടുക്കുന്നത് കുറയും, ഷിഫ്റ്റ് ക്യാൻസൽ ആവാനുള്ള ഇതൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് പ്രിപ്പയർ ആയിട്ടൊക്കെ ഇരിക്കണം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ബൈ.